മമ്മൂക്കിനെ കൊണ്ടേ പറ്റി വിളിക്കുന്നത് പടം ചെയ്യാനായിട്ട്. മമ്മൂട്ടിന്റെ വോയിസ് മോഡുലേഷൻ ഒരു രക്ഷയില്ല. വില്ലൻ റോളിൽ തകർത്ത്. മെയിൻ കാസ്റ്റ് തന്നെ ഫിലിമില് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടില്ലേ പ്രേതം, മന്ത്രവാദം, അതിനെയൊക്കെ പറ്റി എന്താണ് അഭിപ്രായം? അങ്ങനത്തെ കഥകൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന കഥകളൊക്കെ ഒരു മോണോക്രോം പടമായിട്ട് തിയേറ്ററിൽ കണ്ടാലോ? എന്തായാലും അടിപൊളിയായിരിക്കും. എങ്കിൽ അങ്ങനെ ഒരു മൂവിയുണ്ട്, നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഭ്രമയുഗം. BPSA കൺസൾട്ടൻസീസും ഇന്ത്യൻ സിനിമ മോൾദോവയിൽ റിലീസ് ചെയ്യുകയാണ് പടം. നമ്മുടെ ജനറേഷനിലുള്ള ആരും അങ്ങനെ ഒരു പടം അല്ലെങ്കിൽ മോണോക്രോം തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ല. അതാദ്യമായിട്ടാണ്. മോണോക്രോം പടം തിയേറ്ററിൽ അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഞാൻ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് എന്തായാലും സിനിമ കണ്ടോ. ഇതിന്റെ ബാക്കി പറയാം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. മൂവി എങ്ങനെയുണ്ട്? മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് അഭിനയം. അടിപൊളി മൂവി. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മെയിൻ. ഡയറക്ഷനും അടിപൊളിയായിരുന്നു. ക്രിസ്റ്റോസ് ഇവരുടെ ബീച്ച് ഒക്കെ സെറ്റ് സിനിമയായിരുന്നു. മസ്റ്റ് വാച്ച് ആണ്. മൂവി എങ്ങനെയുണ്ടായിരുന്നു? ഇതില് മമ്മൂക്കന്റെ അഭിനയം അത് കാണാൻ നിങ്ങൾ എന്തായാലും വന്നു. സെറ്റ് പടമെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ലാസ്റ്റ് ഒരു ട്രാൻസ് ഉണ്ട്, പടം കഴിഞ്ഞിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ കണ്ടിറങ്ങിയതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് വെച്ചാൽ മമ്മൂക്കിനെ കൊണ്ടേ പറ്റി വിളിക്കുന്നത് പടം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡയറക്ടറിന്റെ പുള്ളിയെ സമ്മതിക്കണം. ഇങ്ങനെ ഈ ജനറേഷനിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇട്ട് ഇങ്ങനെ ഒരു സിനിമ ഇറക്കാൻ കാണിച്ച ചങ്കൂറ്റം ഡയറക്ടറിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. മമ്മൂക്ക് ഒരു രക്ഷയില്ല. അർജുൻ രക്ഷകൻ കൂടെ കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് എല്ലാവരും ഒന്നിനൊന്നും വെച്ച അടിപൊളി പടം. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. അതുപോലെ ഇങ്ങനെ നല്ലൊരു പടം കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്ന BPSAക്കും ഇന്ത്യൻ സിനിമ മോൾഡോവയ്ക്കും ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാ സീനിയേഴ്സിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. മൂവി എങ്ങനെയുണ്ടായിരുന്നു? മൂവി പൊളിയായിരുന്നു. മമ്മൂട്ടിനെ ഇങ്ങനൊരു നെഗറ്റീവ് വേഷത്തില് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവനാണെങ്കിൽ എന്താ പറയാ, നോർത്ത് ഇന്ത്യയിലായിരുന്നു. പക്ഷേ ഇവന് മമ്മൂട്ടിന്റെ വോയിസ് മോഡുലേഷൻ ഒരു രക്ഷയില്ല. വില്ലൻ റോളിൽ തകർത്ത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ആ സൗണ്ട് എഫക്ട്സ് ശരിക്കും ഓവർ ദ ടോപ്പ്. ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൗണ്ട് എഫക്ട്സും പിന്നെ ഈ ഒരു മൂവി എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കുറച്ചുകൂടെ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. വലിയ കുഴപ്പമില്ല, എനിക്ക് അധികം അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ മമ്മൂട്ടിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ലായിരുന്നു. സിനിമ എടുത്തിരിക്കുന്ന രീതിയും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റോറിയിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടം. പടം എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി പടമായിരുന്നു. മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. How was the movie? തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ലായിരുന്നു. നല്ല BGM അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പേടിയായി. ഫിലിം മമ്മൂക്ക അടിപൊളിയായിരുന്നു. 4-5 പേരേ ഉള്ളൂ മൂവിയില്. പക്ഷെ മെയിൻ കാസ്റ്റ് തന്നെ ഫിലിമില് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബോറടിക്കത്തില്ല. മൂവി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. മമ്മൂട്ടിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള റോള്, അതും വില്ലൻ റോള് അടിപൊളിയായിട്ട്. മേക്കിംഗ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. മൂവി എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. സിനിമാറ്റോഗ്രാഫി വാസ് സോ നൈസ്. ഇഷ്ടപ്പെട്ടു ഓവറോൾ. How was the movie? അത് ഇത്രയും അടിപൊളി ആക്ടിങ് കണ്ടിട്ടില്ല. അടിപൊളി മൂവി. മമ്മൂക്ക ശരിക്കും എല്ലാരും പേടിപ്പിച്ച് കളഞ്ഞു. How was the movie? Yeah, it was very good. Like the people's expressions were top notch. Seriously enjoyed the movie. മൂവി നല്ലതായിരുന്നു. നല്ല വെറൈറ്റി ആയിരുന്നു. ലൈക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇറങ്ങാത്ത രീതിയിൽ നല്ലൊരു വെറൈറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റില് ഒരു വെറൈറ്റി കണ്ടന്റ് ആയിട്ട് ഇറങ്ങിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ നല്ല പേടിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല സൗണ്ട് എഫക്റ്റും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്.